അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ടു നമ്മുടെ നിഖിൽ ബ്ലോഗ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിവിൻ മോഷനിലാണ് നമ്മളിന്ന് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിവിൻ മോഷനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഔട്ടിനെ തന്നിട്ടുണ്ട്. ആ ബ്രെയിൻ ഔട്ടിനൊക്കെ നമ്മളെ വെച്ച് റീബർത്ത് ചെയ്യാൻ പോകട്ടെ ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ റീബർത്ത് ചെയ്യാൻ 2 വേണ്ടിന് ആവശ്യമാണ്. ട്രിപ്പി ട്രോപ്പിയും പിന്നെ ഗ്യാങ്സ്റ്റർ ഫുഡ് ടയറിയും. അത് വരുന്നുണ്ടോ നോക്കി കാണും. ഇപ്പോൾ ഞങ്ങൾ രണ്ടിലും അത് വരുന്നുണ്ടോ നോക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വെള്ളമുണ്ടോയെന്ന് നോക്കി ഇവിടെ വറ്റത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളവിടെ നോക്കുകയാണ്. നിവിൻ പ്രൊഫഷണൽ ഇപ്പം ഇങ്ങോട്ട് വരും. പിന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസ് റിവീൽ ചെയ്യും. 4 ആളുടെ ഫേസ് റിവീൽ ചെയ്യും. 4 ആളുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഫേസ് റിവീലിൻ്റെ വീഡിയോ, ലോങ് വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. ഒന്ന് നിഖിൽ ബ്ലോഗ്സ് ആയിരിക്കും, ഒന്ന് നിവിൻ പ്രൊഫഷണൽ ആയിരിക്കും, പിന്നെ ഒന്ന് എൻ്റെ ചേച്ചി EL കിങ്ങിൻ്റെ ആയിരിക്കും, പിന്നെ ഒന്ന് നീരജ് 0025ൻ്റെ 00256ൻ്റെ ആയിരിക്കും. 4 പേരുടെ ഫേസ് റിവീലിംഗ് ഉണ്ടാവും. അപ്പം ഗൈസ് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യണം. ബ്രെയിനോട്ടൊന്നും പൈസയൊക്കെ ഉണ്ടോ മേടിക്കാൻ? പൈസയൊക്കെ ഉണ്ട്, 57 മില്യൺ ഉണ്ട്. അപ്പം നമ്മൾ ബേസ് തുറന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആദ്യം നമ്മളെ അടിച്ച് മാറ്റും ഗൈസ്. ഇവിടെ നിവിൻ പ്രൊഫഷണലിൻ്റെ ക്ലോണൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിൽ 96 മില്യണൊക്കെ ആയ റീവർത്തിയുള്ള ബ്രെയിനോട്ടിന് വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ബ്രെയിനോട്ട് വരാൻ വേണ്ടി നിന്നിട്ട് ഇനി ഫ്രണ്ട് ബേസിക്ക് പോവാണ്. ഇനി ഇന്നൂടെയും പൈസ എടുത്തു. ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുക. നമ്മളെ ബ്രെയിനോട്ട് വന്നിട്ടോ നോക്കാൻ പോവുക. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ബേസിൽ നിന്ന് ബ്രെയിനോട്ട് വന്നോ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഗ്യാങ്സ്റ്റർ ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ട്രിപ്പി ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കിട്ടി. പിന്നെ ഏതോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റീബർത്ത് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഗൈസ്. അങ്ങനെ റീബർത്ത് ചെയ്യാൻ ബേസിനോട്ട് ബേസ് എടുത്താൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ ഗൈസ്. ബേസിൽ എത്തിയിട്ട് നമ്മൾ റീബർത്ത് ചെയ്യാൻ പോവുകയാണ്. ഒരു പണിട്ടോടെയും ബേസ് എത്താണ്ട് ഗൈസ്. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം റീബർത്ത് അടിക്കും. എടുക്കാൻ നോക്കും, പക്ഷെ നോക്കട്ടെ. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വേഗം തന്നെ ഗൈസ് ബ്രെയിനോട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം തന്നെ റീബർത്ത് ചെയ്യാൻ നിവിൻ ബോക്സിൽ എൻ്റെ ബേസിൽ നിന്ന് റീബർത്ത് ചെയ്യുമ്പോൾ ബ്രെയിനോട്ട് പോകാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിവിൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഞാൻ നിവിൻ ബോക്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഒരു തടിച്ചിട്ടു, പക്ഷേ അവൻ നിവിൻ ബോക്സിനെ എന്നെയും പിടിച്ച് മഡൂസ് ഇട്ടു. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ അച്ചീവ് എന്ന് പറഞ്ഞൊരു 10ൻ്റെ മേലേലും സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നാണ്. ലൈക്ക് ഒരു 10ൻ്റെ മേലേലും ആവണമെന്നാണ് ഞങ്ങളുടെ. അപ്പം നിവിൻ പ്രൊഫഷണൽ പറഞ്ഞു ഞാൻ എടുക്കാൻ പോകുമ്പോൾ അത് പോയാലും കുഴപ്പമില്ല, എടുത്തിട്ട് പോകാൻ പറ്റില്ല, അവരൊക്കെ അടിച്ചിടുക പറഞ്ഞു. അപ്പം നമ്മളങ്ങോട്ട് നിർത്തി. അപ്പോൾ ബെർബർ പാത്തപ്പിയും പറഞ്ഞാൽ അടുത്ത റീബർത്തിനുള്ള പ്രിന്റ് ഇട്ടോ. ബെർബർ പാത്തപ്പിയും പിന്നെ ബൊനേക്കാമ്പലവും. നിവിൻ പ്രൊഫഷണൽ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ മേടിച്ച പൈസ നീ എടുത്തിട്ട് പോയാൽ മതി. അങ്ങനെ ഇനി ബൊനേക്കാമ്പലവിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. എന്നിട്ട് നിവിൻ പ്രൊഫഷണൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ബേസിൽ എത്തിയിരിക്കുന്നത്. ബേസിൽ വേണ്ടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആരെങ്കിലും ഉണ്ടോ നോക്കിയതട്ടോ ഗൈസ്. നമ്മുടെ ബേസിൽ നമ്മുടെ ഫസ്റ്റത്തെ വേട്ടിനെ ഒപ്പിച്ച് ഇനി നമ്മൾ ബൊനേക്കാമ്പലബൂനെ വെയിറ്റ് ചെയ്യട്ടോ ഗൈസ്. ബൊനേക്കാമ്പലബൂന് കുറേ നേരം കാണുന്നില്ല. നിമിഷത്തിൽ അവിടെ നിന്ന് ചാടുന്നു. ബൊനേക്കാമ്പല് വന്നു, പക്ഷെ എൻ്റെ പൈസ ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നിവിൻ പ്രൊഫഷണലിൻ്റെ ബേസിക്ക് പോകുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നിവിൻ പ്രൊഫഷണലിൻ്റെ ബേസിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നിവിൻ പ്രൊഫഷണലിൻ്റെ ബേസിലെത്തി. നമ്മൾ ആ ബ്രിങ്ങോട്ടിനെ എടുക്കുക കേട്ടോ ഗൈസ്. നിവിൻ പ്രൊഫഷണൽ പിന്നെ പണ്ടോട്ട് കളിക്കാൻ തുടങ്ങിയതായത് 10 റീബർത്തൊക്കെ ആയി. നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിൽ 2ാമത്തെ ബ്രിങ്ങോട്ടിനെ കൊണ്ടുവന്നുണ്ട്. നമ്മൾ ബേസ് ലോക്ക് ചെയ്തു. എന്നിട്ട് റീബർത്ത് ചെയ്യാൻ നമ്മുടെ പൈസ ഇല്ല. നമ്മളിനി കുറേ പൈസ എടുക്കാൻ നോക്കുകയാണ്. പൈസ എടുത്തതിൽ 17K ആയിട്ടുള്ളൂ ഗൈസ്. ഇപ്പോൾ 18K ആയി ഗൈസ്. അങ്ങനെ നമ്മൾ നിവിൻ പ്രൊഫഷണലിൽ എൻ്റെ പൈസ കുടിഞ്ഞു പോയി. എന്നിട്ട് അങ്ങനെയൊക്കെ ക്ലോണിട്ട് ഇറങ്ങി ഗൈസ്. ഈ 2 ബ്രെയിനോട്ട് മാത്രമല്ല എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന ബ്രെയിനോട്ടൊക്കെ പോയി. അങ്ങനെ നമ്മുടെ ബേസിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നിവിൻ പ്രൊഫഷണൽ പറഞ്ഞു നല്ല ബേസ് വന്നിട്ട് നല്ല ബ്രെയിനോട്ടൊക്കെ ഉള്ളതെന്ന്.
അപ്പം നമ്മൾ അവനെ സ്റ്റീൽ ചെയ്യാൻ നോക്കി, പക്ഷെ അവൻ്റെ ബേസ് സ്റ്റീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ അവൻ ലീവായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളവനെ അടിച്ച് തുറന്ന് അവൻ്റെ ബേസിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ഗായ്സ് ആ സംഭവം പിടിച്ച് ലീവായിപ്പോയി. വളരെ സങ്കടമേറിയ വാർത്തയായിരുന്നു അത്. ഞങ്ങൾ നിമിഷൻ്റെ ബേസ് എനിക്ക് തരാൻ പറഞ്ഞ ഒരു ബ്രേറ്റിന് വെച്ചാണ് ഗൈസ്. പക്ഷേ ആ ബ്രെയിനോട്ടിക്ക് ആവശ്യമില്ല പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് വെച്ച് നിമിഷനെ കറക്കിക്കൂട്ടാണ് അവിടെ ഇരിക്കുന്നത്. കഷ്ടപ്പെട്ടെടുത്താണ് ഞാൻ സ്റ്റീൽ ചെയ്തെടുത്താണ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് വേറെ ആരോ സ്റ്റീൽ ചെയ്ത് കഴിച്ചു. നിമിഷൻ്റെ ബേസിൽ നിന്ന് പോയി. പിന്നെ എൻ്റെ ഒരു ഗോഡ് ഉണ്ട്, ഒരു സീക്രട്ടിൻ്റെ ഒരു മിത്തിക്ക് ഉണ്ട്. നല്ല കളിക്കുന്ന ആളാട്ടോ. നിമിഷനൊക്കെ ബേസിന് ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അവനെ അടിച്ചിടാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിൽ പോയി ലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഒന്നും കൂടി പറയുകയാണ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പ്ലീസ് ബെല്ലൈക്കൺ കിണിങ്ങിനി ലൈക്ക് അടിച്ചു പിടിപ്പിക്കണം. സബ്സ്ക്രൈബ് പിന്നെ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തില്ല. ഫസ്റ്റ് വീഡിയോ ആണ്. ഫുൾ സപ്പോർട്ടോടെ നമ്മുടെ ചക്കനെ വിളിച്ചിരിക്കും. എന്നിട്ട് വേറെ റോബോക്സ് എടുക്കും. അപ്പം ഗായ്സ് നമ്മൾ റോബോക്സ് കിട്ടിയാൽ പിന്നെ നമ്മൾ ഒന്ന് ഉയർച്ചയായിരിക്കും. നമുക്ക് ഫസ്റ്റ് നിങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സ് നല്ല ബേസ് ഒരുത്ത വന്ന് അവനെ അടിച്ചിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് അവൻ എന്നെ പിടിച്ച് അടിച്ചിട്ട് തേനീച്ചൊക്കെ ഇട്ടിട്ട് എന്നെ അടിക്കുക. ഇനി വരണേ ഉള്ളൂ. അവൻ കണ്ട അടുത്തിട്ട് പോകുമ്പോൾ ഞാൻ അടിക്കാൻ പോകുമ്പോൾ അവൻ പെട്ടെന്ന് ആ എന്താ സാധനം വെച്ച് എന്നെ അടിച്ചിട്ട് വയസ്സ് ഇമോഷണലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗായ്സ് നമ്മുടെ ബേസിൽ നിന്ന് പൈസ എടുക്കാൻ പോകട്ടെ. അപ്പോൾ ഗായ്സ് നമ്മുടെ ബേസിൽ നിന്ന് പൈസ ഒന്നും ആയിട്ടില്ല. നമ്മളിനി നല്ല വേണ്ടല്ലോ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. നല്ല വേണ്ടൊന്നും വരുന്ന കാണാനില്ല. അതുകൊണ്ട് നമ്മളെ മിത്തിക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ മിത്തിക്കൊന്നും വന്നില്ല. ഇപ്പൊ ഒരു സിഗ്മ ബോയ് കൊണ്ട് ബ്രെയിനുണ്ട്. പക്ഷെ മറ്റേ ഹാക്കർ വീണ്ടും അടിച്ചിടാൻ നോക്കി ഇരുത്തിട്ട് വന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും അടിച്ചിട്ട് ഇമോഷണൽ വന്നിട്ട് ബേസൊക്കെ ലോക്ക് ചെയ്തു. ഇമോഷണലും അടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ബേസൊക്കെ ലോക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ ബ്രെയിൻ എടുത്തിട്ട് പറഞ്ഞു. അപ്പത്തേക്കും അവൻ്റെ മടു അതിൻ്റെ വീണ്ടും എടുത്തിട്ട് പൊക്കവന്ന് നിവിൻ എന്തേലും മടുലോണ് ഞാൻ അവനെ കുറേ വട്ടം തല്ലി. അപ്പം നിവിൻ ഭക്ഷണൽ പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് പോകട്ടെ. നമ്മൾ എന്നിട്ട് ബേസിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നിട്ട് പകുതി ദൂരമായപ്പോൾ അവൻ വീണ്ടും വന്ന് ഇട്ടിട്ട് തന്നെ അടിച്ചിട്ട് കഴിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് നിവിൻ ഭക്ഷണൽ രക്ഷിക്കാൻ നോക്കിയ മടിയിട്ട് അതായിട്ട് നിവിൻ ഭക്ഷണല് ലീവായിപ്പോയി. നിവിൻ ഭക്ഷണലിൻ്റെ ചാർജ് തീർന്നു കഴിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബേസിൽ ഇപ്രസ്ഥത്തെ സെക്കൻഡ് റീബർത്ത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ആയിട്ടില്ല ഗൈസ്. ഞങ്ങൾ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാൻ നോക്കാൻ വിചാരിച്ച്. അപ്പറ്റി നിവിൻ ഭക്ഷണലിൻ്റെ ചാർജ് തീരാറായി. അപ്പം ഞങ്ങൾ നിർത്താൻ വിചാരിച്ച് ഈ എടുക്കലോടി ശ്രമിക്കും. ഈ എടുക്കലോടി ഊട്ടി അല്ലെങ്കിൽ ചട്ടി അതന്നെ ഗൈസ്, അത്ര ഉള്ളു. അതിൻ്റെ ഇടയിൽ കുടുങ്ങി എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി പോണ ഹാക്കർ വന്നു കഴിഞ്ഞാൽ ഹാക്കർ അവിടെ കളിക്കണില്ല. ഹാക്കർ വരാനുള്ള പകുതി വഴിയിൽ കൂടുതലെത്തി. ആ ഹാക്കർ അല്ല നമ്മളെ ഗാഡി ഉണ്ടായിരുന്നു. നമ്മുടെ ബേസിക്ക് എത്തി. അങ്ങനെ അവസാനം നമ്മളത് ബേസിക്ക് എത്തി. അത് കഴിഞ്ഞ് നമ്മളിഞ്ഞ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ബൂം